ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 9 നവഗ്രഹ ക്ഷേത്രങ്ങളിലൊന്നായ വൈത്തീശ്വരം ക്ഷേത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഡീ ജ്യോതിഷത്തിന് വളരെയേറെ പ്രശസ്തമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഇതും ഇതിൻ്റെ പരിസരവുമൊക്കെ. അപ്പം നമ്മളുടെ ഭാവിയും ഭൂതവും ഒക്കെ അറിയാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എൻ്റെ അനുഭവം എന്തായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വൈത്തീശ്വര കോവിലിൻ്റെ ഒരു മോർണിംഗ് വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മയിലാടുംതുറയാണ്, തമിഴ്നാട് മയിലാടുംതുറ എന്നുള്ള ഒരു സ്ഥലത്താണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാഡീ ജ്യോതിഷത്തിനാണ് ഇത് ഏറ്റവും പേര് കേട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഈ ടെമ്പിളിലെ വൈത്തീശ്വരൻ എന്ന് പറയുന്ന ശിവഭഗവാനാണ്. ഇവിടെയുള്ള ബ്രാഹ്മണ സമുദായത്തിന് വസൂരി പോലുള്ള അസുഖങ്ങൾ വന്നപ്പോൾ അദ്ദേഹം വൈദ്യൻ്റെ രൂപമെടുത്ത് വന്ന് ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്ത് ഇതാക്കി എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടെമ്പിളും അതിനോടുള്ള ഒരു വെർഷനും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലുമാണ് ഇവിടെ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വിവിധ അസുഖങ്ങളുള്ളവരാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പോണ്ടിൽ കുളിച്ച് ആ ഒരു രോഗവിമുക്തി നേടുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു ടെമ്പിളാണ് നമ്മളിന്ന് കാണാൻ വരുന്നത്. അതുപോലെ തന്നെ നാഡീ ജ്യോതിഷത്തെപ്പറ്റി അറിയണമെന്നും അതെന്താണെന്ന് മനസ്സിലാക്കണമെന്നും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി പറഞ്ഞറിഞ്ഞപ്പോഴത്തേനും എനിക്കതിനൊരു ആഗ്രഹമുണ്ടായി. അതുകൊണ്ടും കൂടിയാണ് ഞാനിവിടെ ജസ്റ്റ് വന്നത്. ഈ ഒരു ടെമ്പിളിന് ഏകദേശം 2000 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. വൈത്തീശ്വരനാഥനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ആങ്കാര പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അതായത് ഗ്രഹങ്ങളിൽ പ്രധാന ഗ്രഹമായ ചൊവ്വ എന്ന ആങ്കാരകന് കുഷ്ഠരോഗബാധിതനായ സമയത്ത് വൈത്തീശ്വരനെ പ്രാർത്ഥിക്കുകയും വൈത്തീശ്വരൻ അദ്ദേഹത്തിന് രോഗമുക്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ആങ്കാരകനോടും ഇവിടെ ആങ്കാരകൻ്റെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞ് വൈത്തീശ്വരൻ കൽപ്പിക്കുകയും അങ്ങനെ ആങ്കാരകൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഉണ്ടാവുകയും ചെയ്തു. പടിഞ്ഞാറ് ദർശനമുള്ള ശിവപ്രതിഷ്ഠ വണങ്ങുന്നത് 1000 ശിവക്ഷേത്രങ്ങൾ വണങ്ങുന്നതിന് തുല്യമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പരമശിവനെ ദേവവൈദ്യനായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുമെന്നും അതുപോലെ തന്നെ ചികിത്സകനായിട്ട് വൈത്തീശ്വരനായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടുമെന്നാണ് ഇവിടെ വിശ്വസിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ കിഴക്ക് ഭൈരവൻ, പടിഞ്ഞാറ് വീരഭദ്രൻ, തെക്ക് ഗണപതി, വടക്ക് കാളിമാതാവ് എങ്ങനെയുള്ള എല്ലാ മൂർത്തികളാലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു മഹാക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ പ്രസാദത്തിന് പ്രത്യേകതകളുണ്ട്. ഒന്ന് എരിവൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട ഒരു റൈസാണ്, അതിന് എരിവുണ്ട്. അതേപോലെ തന്നെ മറ്റേത് സ്വീറ്റായിട്ടുള്ള റൈസാണ്. 2 രീതിയിലുള്ള പ്രസാദവും ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു. പിന്നെ ഇവിടെ വഴിപാടായിട്ട് കൊടുക്കുന്നത് കുരുമുളകും ഉപ്പും ശർക്കരയുമാണ്. അങ്ങനെ വഴിപാടായിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ശർക്കര ഇവിടുത്തെ കുളത്തിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ഇതേപോലെ തന്നെ നമുക്ക് രോഗശാന്തി കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇദ്ദേഹമാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. ഈ ക്ഷേത്രം മുഴുവൻ കാണിച്ചു തരികയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരോട് ഇവിടെ നിന്നിട്ട് ഈ പ്രസാദമൊക്കെ കഴിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു നാഡീ ജ്യോതിഷത്തെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ. അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് എത്രമാത്രം അത് ആവശ്യമുണ്ട് എന്ന് ഞാൻ ഇവിടുത്തെ ഭഗവാനോട് തന്നെ ചോദിച്ചു. എനിക്കറിയാൻ പറ്റണം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ എനിക്ക് ഭൂതവും ഭാവിയും ഒന്നും അറിയണമെന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിയായ ഒരാളുണ്ടെങ്കിൽ മാത്രം കൊണ്ടായാൽ മതി എന്ന് ഞാൻ ജസ്റ്റ് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ പുള്ളിയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും അതുപോലെ ആഗ്രഹങ്ങളൊക്കെ കാണാം. അപ്പോൾ അതനുസരിച്ചിട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇവിടെ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ തമ്പ് അവരെടുക്കും. അതേപോലെ തന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവരെഴുതി വാങ്ങും. അതിനുശേഷം നമ്മളുടെ ഓല എടുത്തുകൊണ്ട് വരാനാണെന്നാണ് അവർ പറയുന്നത്. അഗസ്ത്യമുനി എഴുതിയേക്കുന്ന എല്ലാവരുടെയും ജാതകം ഇവിടെ ഉണ്ട്. അത് ഓലയിൽ എഴുതി വെച്ചിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് പ്രത്യേകത അത് തന്നെയാണ്. പക്ഷേ എൻ്റെ അനുഭവം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. കാരണം അവർ നമ്മളോട് തന്നെ ഈ അശ്വമേധം പോലെ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മളിൽ നിന്ന് ഓരോ ക്ലൂ എടുത്തതിന് ശേഷമാണ് അവർ ഓരോന്ന് പറയാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ പ്രൈസ് അവർ ഇന്നതറിയണമെങ്കിൽ ഇന്ന റൈസ് 3500, പിന്നെ 6500, പിന്നെ 9500 അങ്ങനെയൊക്കെയാണ് ഇവർ പ്രൈസ് പറയുന്നത്. അപ്പം നമ്മളിലുള്ള നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി യൂസ് ചെയ്തിട്ടാണ് പിന്നീട് പ്രൈസ് കൂട്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക്
അത്ര വലിയൊരു നല്ലതായിട്ട് തോന്നിയില്ല. നമ്മുടെ ആദ്യം എടുത്തേക്കും നമ്മുടെ ഫിംഗർ പ്രിൻറ്റും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ഓല വായിച്ച് കേൾപ്പിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, നമ്മുടെ റിയൽ ഓല എടുത്തുകൊണ്ട് വന്നത്. പക്ഷേ അതുണ്ടായില്ല. നമ്മളോട് ഇങ്ങോട്ട് ഓരോന്ന് ചോദിച്ച് നമ്മളിൽ നിന്ന് ഓരോന്ന് അറിഞ്ഞറിഞ്ഞാണ് പറയാൻ തുടങ്ങുന്നത്. അപ്പം പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്തു. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ അത് അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് മൊത്തം അങ്ങനെയാണെങ്കിൽ എനിക്കറിയത്തില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ട്രസ്റ്റ് വരുമായിരിക്കും. പാശ്ചിമേതം ഗെയിം പോലെ ടൈറ്റായിക്കകത്ത് നിങ്ങളുണ്ടോ, ഈ ഒരു അക്ഷരത്തിൽ നിങ്ങളുണ്ടോ, ഇതിൽ നിങ്ങളുണ്ടോ, അങ്ങനെ ചോദിച്ചിട്ടാണ് ഇവർ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കതിനകത്ത് വിശ്വാസമില്ല. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അങ്ങനെയൊന്നും എനിക്ക് പ്രശ്നവുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിവിടെ വന്നപ്പോൾ കണ്ട വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റിലൂടെ എല്ലാം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്